ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുദേവ തൃപ്പാദങ്ങളിലും ശ്രീ ശാരദാംബ തൃപ്പാദങ്ങളിലും എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന ഗ്രൂപ്പിൽ മേടമാസത്തിലെ തിരുച്ചതയം മുതൽ സമാരംഭിക്കുന്ന 100 ദിന പൂജാ സമർപ്പണം ശിവകുടുംബാംഗം എന്ന പേരിൽ വിനായകാഷ്ടകത്തിൽ തുടങ്ങി കോലതീരെ സസ്തവത്തിൽ സമാപിക്കുന്നു. ഈ ഗ്രൂപ്പിലെ ആചാര്യപദങ്ങളിൽ എൻ്റെ വിനീത നമസ്കാരം. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിൻ്റെ മുഖ്യ അഡ്മിൻ സ്നേഹനിധിയായ അനിൽജി, അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിനെ നയിക്കുന്ന അഡ്മിൻ പാനൽ അംഗങ്ങളെ, എന്നോടൊപ്പമുള്ള പ്രിയ പഠിതാക്കളെ, കുഞ്ഞുമക്കളെ, ഏവർക്കും ഗുരുദേവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നിവിടെ എനിക്ക് അവതരിപ്പിക്കാൻ കിട്ടിയിരിക്കുന്നത് വിനായകാഷ്ടകം എന്ന ശ്ലോകത്തിലെ 2ാമത്തെ പദ്യമാണ്. ആദ്യമേ തന്നെ നമുക്ക് ഈ വിനായകാഷ്ടകത്തിലെ വിനായകനെ പറ്റി ഒരു വാക്ക് പറയാം. ഇത് ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ ഒരു സ്വസ്ത്രകൃതിയാണ്. ഇതിൽ 8 പദ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇത് ഭുജംഗപ്രയാത്ര എന്ന വൃത്തത്തിൽ രചിച്ചിരിക്കുന്നു. വിനായകൻ എന്നത് ഗണപതിയുടെ പേരാണ്. പരമശിവൻ തൻ്റെ പുത്രനായ ഗണപതിയെ ഗണങ്ങളുടെ നായകനായി നിശ്ചയിച്ചതുകൊണ്ടാണ് ഗണപതി എന്ന പേരുണ്ടായത്. ഗണപതിയുടെ മുഖം ആനയുടെ മുഖം പോലെ ആണ്. ഒരിക്കൽ ശിവനും പാർവതിയും കൊമ്പനാനയും പിടിയാനയുമായി മാറി രസിച്ചു നടന്നു. ആ അവസരത്തിൽ പാർവതീദേവി ഗർഭിണിയായി. അങ്ങനെ ആനയുടെ രൂപത്തിലുള്ള ഗണപതിക്ക് ജന്മം കൊടുത്തു. ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി ദിവസമാണ് ഗണപതിയുടെ ജന്മദിനം. ഏതു കാര്യവും വിഘ്നം കൂടാതെ നടത്തുന്നതിനും വിഘ്നം വരുത്തുന്നതിനും കഴിവുള്ള ഒരു ദേവനാണ് ഗണപതി. അതുകൊണ്ടാണ് ഏതു കാര്യം തുടങ്ങുന്നതിന് മുൻപായി ഗണപതിയെ പൂജിക്കണം എന്ന് പറയുന്നത്. ഇങ്ങനെ പല കഥകളുമുണ്ട്. വിവാഹപ്രായമായ ഗണപതിയും സുബ്രഹ്മണ്യനും വിവാഹം കഴിക്കുവാൻ തിടുക്കം കൂട്ടി. ഇതിന് ഒരു പരീക്ഷണം നടത്തണമെന്ന് ശിവഭഗവാൻ തീരുമാനിച്ചു. ആദ്യം ലോകം ചുറ്റി വരുന്നവരുടെ വിവാഹം ആദ്യം നടത്താമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുബ്രഹ്മണ്യൻ തൻ്റെ മയിൽ വാഹനവുമായി ലോകം ചുറ്റുവാൻ പോയി. എന്നാൽ അല്പനേരം അനങ്ങാതെ നിന്ന ഗണപതി അച്ഛനമ്മമാരെ ഒരു പ്രാവശ്യം പ്രദക്ഷിണം വെച്ചിട്ട് പറഞ്ഞു, ഞാനാണ് ആദ്യം ലോകം ചുറ്റി വന്നിരിക്കുന്നതെന്ന്. അതെങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഈ ലോകം മുഴുവൻ ഉമാമഹേശ്വരന്മാരുടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് അവരെ പ്രദക്ഷിണം വെച്ചാൽ ലോകം ചുറ്റുന്നതിന് തുല്യമാണെന്ന്. ഇതിൽ സന്തുഷ്ടരായ മാതാപിതാക്കൾ ഗണപതിയുടെ വിവാഹം ആദ്യം കഴിച്ചു കൊടുത്തു. സിദ്ധി, ബുദ്ധി എന്ന് 2 കന്യകമാരെയാണ് വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്. വിനായകന് ഇഷ്ടപ്പെട്ട ആഹാരം മോദകം അല്ലെങ്കിൽ കൊഴുക്കട്ടയാണ്. വിനായകൻ്റെ വാഹനം എലിയാണ്. എലിക്ക് മൂഷികൻ എന്നും പേരുണ്ട്. ആദ്യമേ തന്നെ ഈ പദ്യം ഒന്ന് ആലപിക്കാം.
കിലദ്ദേവഗോത്രം കനദ്ദേമഗാത്രം സദാനന്ദമാത്രം മഹാഭക്തമിത്രം ശരച്ചന്ദ്രവക്ത്രം തീഭൂതപാത്രം സമസ്താർത്തിദാത്രം ഭജേ ശക്തിപുത്രം. ഇതിൻ്റെ പദാർത്ഥങ്ങൾ പറയാം. കിലദ്ദേവഗോത്രം, ലീലാപ്രിയരായ ദേവന്മാരുടെ ഗോത്രത്തിൽപ്പെട്ടവൻ. അതായത് ദേവപദത്തിൻ്റെ അർത്ഥം പ്രകാശരൂപത എന്നാകുന്നു. പ്രകാശത്തിൻ്റെ ഉറവിടം അഗ്നിയാണ്. പ്രത്യക്ഷാഗ്നിയുടെ ഉറവിടം ആകട്ടെ സൂര്യനും സൂര്യപ്രഭാവത്വവും നിഗൂഢ സത്യങ്ങളിൽ അധിഷ്ഠിതമാക്കുന്ന അഗ്നിയുടെ ഭാവമാണ് ജ്ഞാനം. ജ്ഞാനാഗ്നിയുടെ വിലാസിത ഭാവങ്ങളെ കിലദ്ദേവ ഗോത്രം എന്ന് ഭഗവാൻ ഗുരുദേവൻ വിശേഷിപ്പിച്ചിരിക്കുന്നു. ഗണപതി ഗൂഢാർത്ഥഗർഭമായ ഒരു കാവ്യബിംബമാകുന്നു എന്നാണ് ഇതിൽ കൂടി ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. കനദ്ദേമഗാത്രം എന്ന് വെച്ചാൽ തിളങ്ങുന്ന സ്വർണ്ണ നിറമുള്ള ശരീരത്തോടു കൂടിയവനായി വിനായകൻ ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നു. ഉരുക്കി ശുദ്ധീകരിക്കുന്നതനുസരിച്ച് സ്വർണത്തിൻ്റെ തിളക്കം വർദ്ധിക്കുന്നു. നിറം ഗുണപ്രതീകമാകുന്നു. ജ്ഞാനാഗ്നിയിൽ ചുട്ടെടുത്ത ശരീരം ശുദ്ധജ്ഞാനത്തിൻ്റെ പ്രതീകമാകുന്നു. പുരാണങ്ങളിലെ ഗണപതിയുടെ ഗാത്രസങ്കല്പം ജ്ഞാനസ്വരൂപമൂർത്തിയായി അറിയണമെന്നാണ് ഭഗവാൻ നമുക്ക് ഉപദേശിച്ചു തരുന്നത്. അടുത്തത് സദാനന്ദമാത്രം. സത്ത് ചിത്ത് ആനന്ദരൂപം പൂണ്ടവനും എന്നാണ്. അതതിൻ്റെ വിശദീകരണം. സദാ ആനന്ദമാത്രരൂപമായി വിരാജിക്കുന്ന കാവ്യബിംബമായിട്ടാണ് ഭഗവാൻ ഗണപതിയെ ദർശിച്ചത്. അറിവിൻ്റെ പരമകോടിയിൽ മനസ്സ് വ്യാപിക്കുമ്പോഴാണ് ഈ അനുഭൂതി സാക്ഷാത്കൃതമായി വരുന്നത്. മഹാഭക്തമിത്രം, അതിൻ്റെ അർത്ഥം മഹാഭക്തന്മാരുടെ മിത്രമായിട്ടുള്ളവനും. അതിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ്. ഭക്തിക്ക് 9 ഭാവങ്ങളുണ്ട്. ശ്രവണം, കീർത്തനം, സേവനം, സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നിവയാണ്. സ്വാത്വിക, രാജസി, താമസി, ഗുണാതീത എന്നിവയാണ് ഭക്തിയുടെ ചതുഷ്ടയം. ഇവയെപ്പറ്റിയാണല്ലോ ശരിയായ ധാരണയുള്ളവനാണ് മഹാഭക്തന്മാർ. ജ്ഞാനസ്വരൂപിയായ സാക്ഷാത്കാരത്തിലെടുക്കുവാൻ വേണ്ടിയാണ് നിർവാജ്യ ഭക്തിയുള്ളവനാകുന്നത്. ഭക്തന്മാർ അങ്ങനെയുള്ളവരുടെ മിത്രമായി ഗണപതിയെ ഭഗവാൻ ചെയ്തിരിക്കുന്നത്. ശരച്ചന്ദ്രഭക്തം, ശരച്ചന്ദ്രശോഭയുള്ള മുഖത്തോടു കൂടിയവൻ. അതിൻ്റെ വിശദീകരണം. നെല്ല് മുതലായ ധാന്യങ്ങളുടെ വിളവെടുപ്പ് കാലമാണ് ശരത്കാലം. കാർഷിക സംസ്കൃതി പുലർന്നിരുന്ന കാലത്ത് വിളയെടുപ്പുകാലം ഉത്സവകാലത്തിൻ്റെ കാലം കൂടിയായിരുന്നു. ശരച്ചന്ദ്ര നിലാവിലൂടെ പ്രസരിക്കുന്ന കുളിരണിഞ്ഞ പ്രകാശം ആത്മസന്തുഷ്ടിയുടെ പ്രതീകമാകുന്നു. ഭൂതഗണാധിപനായി ആരാധിക്കപ്പെടുന്ന ഗണപതിയുടെ ശരച്ചന്ദ്ര ശോഭയുള്ള മുഖം സർവസന്തുഷ്ടമായി പ്രതീകമാക്കുന്നു. ത്രിഭൂതപാത്രം, അതിൻ്റെ അർത്ഥം മൂർത്തി ത്രയകൽപ്പനയിലെ സമ്പൂർണ്ണ ജ്ഞാനമെന്ന് പേറുന്ന പാത്രസ്വരൂപമായി മാറുന്നവന്. അതിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ്. ത്രിവേദങ്ങളുടെ ഇരിപ്പിടം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ത്രിമൂർത്തികൾക്ക് മുമ്പ് ഉണ്ടായിരുന്നവനായിട്ടാണ് ഗണപതി സങ്കല്പിക്കപ്പെട്ടുള്ളത്. ചതുർവേദങ്ങളുടെ ഉരുവപ്പെടൽ പൂർത്തീകരിക്കുകയും
മുമ്പേ ഗണപതി സങ്കല്പം വികാസം പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. അക്കാര്യമാണ് ത്രിഭൂതപാത്രം എന്ന വിശേഷണത്തിലൂടെ ഭഗവാൻ വെളിപ്പെടുത്തി തരുന്നത്. സമസ്താർത്തിദാത്രം, സർവവിധ ആർത്തികളെയും അറുത്തു കളയുന്നവന്. അതായത് ദാത്രം എന്ന പദത്തിൻ്റെ വാച്യാർത്ഥം അരിവാൾ എന്നാകുന്നു. സർവ ദുഃഖങ്ങളെയും അറുത്തു കളയാൻ പര്യാപ്തമായ അരിവാളായി ജ്ഞാനമൂർത്തിയായ ഗണപതിയെ സങ്കല്പിച്ചിരിക്കുന്നു. ജീവിതത്തിലുണ്ടാകുന്ന സർവ ദുഃഖങ്ങളുടെയും കാരണം അറിവില്ലായ്മയാകുന്നു. ഗണപതിയെ ജ്ഞാനമൂർത്തിയായി സംശീകരിക്കുവാൻ സാധിക്കുന്നവന് യാതൊരുവിധ ദുഃഖങ്ങളും തീണ്ടുകയില്ല. ജ്ഞാനോപാസനയുടെ മഹത്വത്തിന് നേർക്കാണ് വിരൽ ചൂണ്ടപ്പെട്ടിരിക്കുന്നത്. ഭജേ ശക്തിപുത്രം. അടുത്തത് ശക്തിയുടെ, അതായത് പാർവതിയുടെ പുത്രനെ, മായാവനെ. ഭജേ എന്ന് വെച്ചാൽ ഭജിക്കുക. ശക്തിപുത്രനെ ഞാൻ ഭജിക്കുന്നു എന്നാണ് ഇതിൻ്റെ വാച്യാർത്ഥം. ശക്തി പ്രകൃതിയുടെ പര്യായമാകുന്നു. തലമുറകളുടെ കണ്ണിയാണ് പുത്രൻ. വിശ്വപ്രകൃതിയുടെ തുടർച്ചയെയും പുലർച്ചയെയും പ്രതികരിക്കുന്ന കാവ്യബിംബമായി ഗണപതിയെ സാക്ഷാത്കരിച്ചറിയണം എന്നാണ് ആഹ്വാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ പദ്യം ഞാൻ ഒന്നുകൂടി ആലപിച്ച് അതിൻ്റെ സാരാംശം കൂടി പറയാം. കിലത്തേവ ഗോത്രം കനത്തേ മഗാത്രം സദാനന്ദമാത്രം മഹാഭക്തമിത്രം ശരച്ചന്ദ്രഭക്തം ത്രിഭൂതപാത്രം സമസ്താർത്തിദാത്രം ഭജേ ശക്തിപുത്രം. ഇതിൻ്റെ സാരം: ക്രീഡിക്കുന്ന ദേവകുലത്തോടു കൂടിയവനും സുവർണാഭമായി ശോഭിക്കുന്ന ശരീരത്തോടു കൂടിയവനും സത്തും ആനന്ദവും തന്നെ ആയിരിക്കുന്നവനും മഹാഭക്തന്മാരുടെ മിത്രമായിട്ടുള്ളവനും ശരത്കാല ചന്ദ്രനെ പോലെ ചാരുതയോട് തിളങ്ങുന്ന മുഖത്തോടു കൂടിയവനും ഋഗ്, യജസ്, സാമം എന്നീ 3 വേദങ്ങൾക്ക് പാവനഭാജനമായിട്ടുള്ളവനും സർവ ദുഃഖങ്ങളുടെയും അറുത്ത് കളയുന്നവനുമായ ശക്തിയുടെ പുത്രനെ ഞാൻ ഭജിക്കുന്നു എന്നാണ് ഭഗവാൻ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഗുരുദേവ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന ഏവർക്കും നന്ദി പറയുന്നു. ഗുരുദേവധർമ്മം ജയിക്കട്ടെ. ശിവഗിരിശിഖരാഗ്രേ ദിവ്യപദ്മാസനസ്ഥം വരദമഭയഹസ്തം പാപവിധ്വംസപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നൗമി നാരായണാഖ്യം. അണകവിയുന്നടലാഴിയാകുമിന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണിഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എൻ്റെ ദൈവമല്ലോ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുദേവധർമ്മം ജയിക്കട്ടെ.